ഹായ് ഫ്രണ്ട്സ്, ടെക്കോണർ മലയാളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മൾ പറയാൻ പോകുന്നത് ഇതിനെപ്പറ്റിയാണ്. 140-150 രൂപ വില വരുന്ന ഈ ഒരു LED നമുക്ക് വെറും 20 രൂപ ഉപയോഗിച്ച് വീട്ടിൽ തന്നെ ശരിയാക്കാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഇതൊരു 9 വാട്ടിൻ്റെ LED ബൾബാണ്. അപ്പോൾ ഇതിനുള്ളിൽ അല്ലെങ്കിൽ ഏതൊരു LED ബൾബിൻ്റെ ഉള്ളിലും ഉണ്ടാകുന്ന രണ്ട് പ്രധാന പാർട്ടെന്ന് പറയുന്നത് ഒരു പവർ സപ്ലൈയും ഒരു പാനലുമാണ്. അപ്പോൾ സാധാരണ ഒന്നെങ്കിൽ പാനലിലായിരിക്കാം പ്രശ്നം വരിക, അല്ലെങ്കിൽ പവർ സപ്ലൈയിലാവും. അപ്പോൾ ഇതേതെന്ന് ചെക്ക് ചെയ്തിട്ടായിരുന്നു നമ്മൾ പണ്ട് മാറിക്കൊണ്ടിരുന്നതെങ്കിൽ ഇന്നത്തെ കാലത്ത് നമുക്കത് മാറാൻ വളരെയധികം എളുപ്പമാണ്. ഇത് രണ്ടും കൂടെ ചേർന്ന് ഒരു പാനൽ അല്ലെങ്കിൽ ഒരു ബോർഡും പാനലും കൂടെ ഒരുമിച്ച് തന്നെ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ഇത് മാറ്റി നമ്മൾ അത് വെക്കുമ്പോൾ തന്നെ നമ്മുടെ ഇഷ്യൂ മാറിക്കിട്ടും, നമുക്കൊരു 20 രൂപ ചിലവില്ല. അപ്പോൾ ഇന്ന് നമുക്ക് പവർ സപ്ലൈയിലാണോ അതോ പാനലിലാണോ പ്രശ്നം എന്ന് നോക്കേണ്ട കാര്യമില്ല. ഈ ഒറ്റ പാനൽ വാങ്ങിക്കാൻ കിട്ടും, വെറും 20 രൂപയാണ്. ഇതിനുള്ളിൽ തന്നെ പവർ സപ്ലൈ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പാനലും ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഈ പാനലും എടുത്ത് കളഞ്ഞ ശേഷം ഇതിലേക്ക് നമ്മൾ ഇത് റീപ്ലേസ് ചെയ്യുകയും നേരെ വരുന്ന നമ്മുടെ ഫേസും ന്യൂട്രലും ഇതേ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു സോൾഡറിങ് ചെയ്യാൻ ഏതൊരു വ്യക്തിക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു സോൾഡറിങ് വെച്ച് ഫേസും ന്യൂട്രലും കൊടുത്തു കഴിഞ്ഞാൽ ഈ പാനൽ പ്രവർത്തിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ അത്രയും പെർഫെക്ഷൻ, ഇത്രയും വെട്ടം ഉണ്ടാവണമെന്നില്ല. അതുപോലെ ഇത്രയും ഒരു കൊല്ലം തന്നെ ലാസ്റ്റ് ചെയ്യണമെന്നൊന്നും ഉറപ്പില്ല. പക്ഷേ എങ്കിലും നിങ്ങൾ മുടക്കുന്ന 20 രൂപയ്ക്കുള്ള ലാഭം എന്താണെങ്കിലും ഇതിൽ നിന്ന് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നമ്മളിത് ഉപയോഗിച്ച് നോക്കും. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ പാനൽ. ഇതിൽ LN ഫേസ് ന്യൂട്രൽ ഇവിടെ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പം ഇത് ഉള്ളിൽ തന്നെ ചിപ്പും അതായത് ഡ്രൈവും പാനലും ഒരുമിച്ചുള്ള സാധനമാണ്. ഇപ്പം നമുക്ക് മറ്റേതിൻ്റെ ഒന്ന് റീപ്ലേസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് നേരത്തേതാണ്. ഇതെന്ത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഓൾറെഡി താഴെ ഒരു ഡ്രൈവ് സെപ്പറേറ്റ് ആയിട്ടും പാനൽ സെപ്പറേറ്റ് ആയിട്ടും ഒക്കെയാണ്. എന്നാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒറ്റ പാനൽ കൊണ്ട് തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് മാറ്റാം. അത് മാറ്റാൻ വേണ്ടി ഇവിടുത്തെ ഈ സോൾഡറിങ് ഒന്ന് നമുക്കൊന്ന് വിടിയിക്കണം. വിടിയിച്ച ശേഷം നമുക്ക് ആ പാനൽ അവിടെ നിന്ന് ഊരി മാറ്റാവുന്നതാണ്. അപ്പോൾ അത് മാറ്റിയിട്ടുണ്ട്. അപ്പം അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ പുതിയ പാനൽ എടുത്തിട്ട് അതിൽ ഫേസും ന്യൂട്രലും കണക്ട് ചെയ്ത് നമുക്ക് മുമ്പേ എവിടെ നിന്നാണോ സോൾഡറിങ് മാറ്റിയത് അവിടെ തന്നെ നമുക്ക് കണക്ട് ചെയ്യാം. അതായത് ഇപ്പോൾ നേരെ പാനലിലേക്ക് ഫേസും ന്യൂട്രലും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നേരെ നമ്മളത് മറ്റേ നേരത്തെ വെച്ചിട്ട് നിറത്തോട്ട് ഫിക്സ് ചെയ്ത ശേഷം നമുക്ക് അവിടെ സോൾഡർ ചെയ്ത് വെക്കാം. അപ്പം നമ്മുടെ LED ലൈറ്റ് റെഡി ആവുന്നതായിരിക്കും. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് സോൾഡർ ചെയ്യാം. അപ്പം ഇതിൽ ആകെ ചെയ്യേണ്ടത് ആ നേരത്തെ സോൾഡറിങ് വിടിയിച്ച് ഒന്ന് റീപ്ലേസ് ചെയ്ത് പുതിയ തരത്തിൽ സോൾഡർ ചെയ്യുക, ഫേസും ന്യൂട്രലും. അപ്പം നമ്മുടെ ലൈറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം പഴയതുപോലെ തന്നെയാണ്, ജസ്റ്റ് നമ്മൾ ചേഞ്ച് ചെയ്ത് ഒരു പാനൽ മാത്രമാണ്. അതിന് വേണ്ടി ഒന്ന് സോൾഡറിങ് നമ്മൾ പാനൽ മാറ്റി ശരിയാക്കിയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഇട്ട് നോക്കാം. നമ്മുടെ ബൾബ് കത്തിയിട്ടുണ്ട്. അപ്പം വെറും 20 രൂപ മുടക്കി നമുക്ക് നമ്മുടെ LED ബൾബുകൾ ശരിയാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്